നമസ്തേ. സമസ്തയ്ക്ക് കാൽപന്ത് കളിയും ഹറാം. കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഫുട്ബോൾ ലഹരിക്കും അമിതാഘോഷങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നിരിക്കുകയാണ് സമസ്ത ഇ.കെ. വിഭാഗം നേതാവും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദു സമദ് പൂക്കോട്ടർ. മലപ്പുറത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് പുലർച്ചെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ തഹജൂദ് പോലും ഒഴിവാക്കുന്ന പല യുവാക്കളും ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം കാണാൻ പുലർച്ചെ 3 മണിക്ക് ഉണർന്നിരിക്കാൻ മടിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. പള്ളികൾക്കും മദ്രസകൾക്കും ചെറിയ സംഭാവനകൾ നൽകാൻ മടിക്കുന്നവർ ഫുട്ബോൾ താരങ്ങളുടെ വൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ദൂർത്തടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഫുട്ബോൾ കളി കാണുന്നതോ കളിക്കുന്നതോ തെറ്റല്ല, എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള അതിരുകടന്ന ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് സമസ്ത നേതാവിന്റെ പക്ഷം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും കാണാത്തതരം വിചിത്രമായ ഫ്ലെക്സ് സംസ്കാരം കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മലബാർ മേഖലകളിൽ ദൃശ്യമാകുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു. ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് ഒരു പരിധിവരെ പ്രസക്തിയുണ്ടെന്ന് കരുതാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനമാണ് യുവാക്കളെ ഈ രീതിയിലേക്ക് മാറ്റിയതെന്ന് അബ്ദു സമദ് പൂക്കോട്ടർ പ്രസംഗത്തിൽ വ്യക്തമാക്കി. തഹജൂദ് നമസ്കാരത്തിനായി അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ മടിക്കുന്നവരാണ് പുലർച്ചെ 3 മണിക്ക് കളി കാണാൻ ഉണർന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾക്കായി ദൂർത്തടിക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. പണം അനാവശ്യമായി ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം സമസ്ത നേതാവിന്റെ വിമർശനങ്ങൾക്കെതിരെ മലപ്പുറത്ത് 750 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് ശ്രദ്ധ നേടിയ പ്രാദേശിക അർജന്റീന ഫാൻസ് അസോസിയേഷൻ രംഗത്തെത്തി. മതനേതാക്കൾ മറ്റുള്ളവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങളിലോ സാമൂഹിക പ്രതിബദ്ധതകളിലോ അനാവശ്യമായി ഇടപെടരുതെന്ന് ക്ലബ് ഭാരവാഹിയായ ജെൻസിൽ ജാൻ പ്രതികരിച്ചു. കേരളത്തിലെ ഭൂരിഭാഗം ഫാൻസ് ക്ലബ്ബുകളും വർഷം മുഴുവൻ നിരവധി ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. തങ്ങളിൽ ഭൂരിഭാഗം പേരും കൃത്യമായി പള്ളിയിൽ പോകുന്ന വിശ്വാസികൾ തന്നെയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ലോകകപ്പ് മഹോത്സവം അതിന്റെ എല്ലാ ആവേശത്തോടും കൂടി ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും ആരാധകർ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സുന്നി പണ്ഡിതർക്കിടയിൽ ആഭ്യന്തര തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതം ലോകകപ്പിന്റെ ഉദ്ഘാടന ദിവസം 1-ാം പേജ് മുഴുവനായി കായിക വാർത്തകൾക്ക് നൽകിയതിനെതിരെ ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതർ മുൻപ് രംഗത്തെത്തിയിരുന്നു. മദ്രസകളിൽ കുട്ടികളെ കടുത്ത ഫാൻ സംസ്കാരത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വന്തം മുഖപത്രം അതിന് വിപരീതമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിമർശനം. നേരത്തെയും സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം വിവാദമായിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം പേരാമ്പ്ര എം.എൽ.എ. ഫാത്തിമ തഹ്ലിയ പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചതിനെതിരെ തിരുത്തുമായി സമസ്ത രംഗത്തെത്തിയിരുന്നു. പേരാമ്പ്രയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ എം.എൽ.എ. നിലവിളക്ക് കൊളുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് അനിസ്ലാമിക ആചാരമാണെന്നും വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കാണിച്ച് സമസ്ത മുഷാവറ യോഗം പ്രസ്താവന ഇറക്കിയത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി നിലവിളക്ക് കൊളുത്തലിനെ കേവലം ഒരു മതപരമായ ആചാരമായി മാത്രം കാണുന്ന സമസ്തയുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ് വെളിപ്പെടുത്തുന്നത്. ഔദ്യോഗികവും സാംസ്കാരികവുമായ ചടങ്ങുകളിൽ ഇരുട്ടിനെ അകറ്റി വെളിച്ചം പരത്തുക എന്ന പൊതു സന്ദേശത്തോടെയാണ് വിളക്ക് തെളിയിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനും അവരുടെ ചടങ്ങുകളിൽ പങ്കാളിയാകാനും ബാധ്യസ്ഥയായ ഫാത്തിമ തഹ്ലിയെ ഇത്തരം സങ്കുചിത മതനിയമങ്ങളുടെ പേരിൽ വിലക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ ബോധത്തിന് നിരക്കാത്തതാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മുൻപ് ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ സമയത്തും സ്ത്രീകൾ ഇത്തരത്തിൽ മത്സര രംഗത്തേക്ക് വരുന്നതിനെ വിമർശിച്ച് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. മുൻപ് മുസ്ലിം ലീഗ് മന്ത്രിയായിരുന്ന അന്തരിച്ച ചെർക്കളം അബ്ദുള്ള നിലവിളക്ക് കൊളുത്തിയ സമയത്തും സമസ്ത സമാനമായ രീതിയിൽ വിലക്കുകളുമായി രംഗത്തെത്തിയിരുന്നു. ദേശീയഗീതമായ വന്ദേമാതരത്തിനെതിരെയും സമസ്ത രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വന്ദേമാതരം അടിച്ചേൽപ്പിക്കരുതെന്നാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. മതവികാരം വ്രണപ്പെടുത്തുന്ന ഭാഗങ്ങൾ മുൻപ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് വിദ്വേഷ പ്രചരണത്തിനാണ്. ഇത് ദേശീയ ഐക്യത്തിന് വിഘാതമാകുന്നുവെന്നാണ് സമസ്തയുടെ കണ്ടുപിടുത്തം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.